ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഭൂലോക ഫ്രോഡായിട്ടുള്ള അബീൻ്റെ കൂടെ കൂട്ടിയിട്ട് നവ്യയാണെങ്കിൽ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അടുത്ത് പോയിട്ട് അബിക്കൊരു ബ്രാഞ്ച് കൊടുക്കണമെന്ന് പറയുകയാണ്. അത് കേട്ട വശം തന്നെ മുത്തശ്ശൻ പറയുകയാണ്, തൽക്കാലം ഇപ്പോൾ ബ്രാഞ്ച് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, എന്തായാലും ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, ആലോചിച്ചതിന് ശേഷം വ്യക്തമായിട്ട് മറുപടി പറയും. ഇവനെങ്ങാനും പെട്ടെന്നൊരു ബ്രാഞ്ചിൻ്റെ മാനേജറൊക്കെ ആയിട്ട് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബ്രാഞ്ചിൻ്റെ കാര്യം കട്ടപ്പോക്കാന്നറിയാം. അതുകൊണ്ട് എന്തായാലും ഒന്ന് ആലോചിച്ചിട്ടേ തീരുമാനം എടുക്കുള്ളൂ എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ നമ്മുടെ നവ്യക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടമാവുന്നില്ല. പിന്നീടാണ് കാണിക്കുന്നത്, ദേവേനയാണെങ്കിൽ അനിയോട് പറയുകയാണ് ആദർശിനെ കുറിച്ചിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം കളയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒരു കുറ്റവാളിനെ പോലെയാണ് അവൻ നിൽക്കുന്നത്. അതിൻ്റെ ആവശ്യം എന്താ? നിനക്കിതിൽ എന്തെങ്കിലും സത്യം അറിയോ? അറിയെങ്കിൽ നീ പറ. അപ്പോൾ അനിയാണെങ്കിൽ ഒന്നും ഇട്ടില്ല കേട്ടോ സുഹൃത്തുക്കളെ. ഈ സമയം നമ്മുടെ ആദർശും നയനയാണെങ്കിൽ കാറിൽ വരുന്ന സമയത്ത് നമ്മുടെ കനകേനൊക്കെ കണ്ടിട്ട് സംസാരിക്കുകയാണ്. ആദർശാണെങ്കിൽ അങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ കനകേടത്താണെങ്കിൽ നയന ഈ ചന്തുമോളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്, ചന്തുമോളെ ആണെങ്കിൽ കനക കണ്ടിട്ടൊന്നുമില്ലല്ലോ. ആ സമയം ആദർശനോടാണെങ്കിൽ കനക ചോദിക്കുകയാണ്, മോനെ ഇതിൻ്റെ പിന്നിലുള്ള സത്യങ്ങൾ എന്താണ്, ശരി എന്താണ്, തെറ്റേതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ, മോനൊന്ന് തുറന്നു പറയുന്ന സമയത്ത് ആദർശ് പറയാണ്, എന്നിലുള്ള സത്യങ്ങൾ എനിക്ക് തുറന്നു പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്, അതുകൊണ്ട് എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആദർശാണ് അങ്ങോട്ട് മാറിപ്പോവാണ് കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോൾ കനകയാണെങ്കിൽ നയനോട് പറയണേ, ചന്തുമോളെ ഞാനൊന്ന് കണ്ടിട്ടില്ല, ഒന്ന് കാണിച്ചു കേട്ടെന്ന് പറയാൻ കേട്ടോ. അങ്ങനെയൊക്കെ നയനയാണെങ്കിൽ കാറിൻ്റെ ഡോറ് തുറന്നിട്ട് ചന്തുമോളെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കനക അയ്യോ എന്ന് പറയാൻ കേട്ടോ. പിന്നീടാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ ദേവേനയാണെങ്കിൽ നവ്യക്കൊക്കെ നല്ല രീതിയിൽ പാരവെച്ച് കൊടുക്കുകയാണ്. നീ എങ്ങനെയെങ്കിലും നയനേനെ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്, ആ ഒരു ചന്തുമോളെന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടീനെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അത്രയും സമാധാനം കിട്ടും നിങ്ങൾക്ക്, എങ്ങനെയെങ്കിലും നയനേനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കാൻ നോക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പോണേ. ആരും അങ്ങനെ ലൈക്കൊന്നും അടിക്കണ കാണാനില്ല, എന്താ സംഭവം എന്ന് അറിയില്ല. എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തിട്ട് പോണേ.